നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. കുറച്ച് നാളായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യുന്നത് എങ്ങനെ, ഇത്രയും ലോങ് വീഡിയോയിൽ വോയിസ് ഓവർ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു മടി കാരണം ഇങ്ങനെ നീണ്ടു പോയതാണ്. ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിൽ ഏറ്റവും അവസാനം എണ്ണിക്കുന്നത് ഞാനാണിപ്പോൾ. കാരണം എനിക്ക് രാത്രി ഒന്നും വലുതായിട്ട് ഉറക്കം കിട്ടാറില്ല. കാലുവേദന, വയറുവേദന, അങ്ങനെ തുടങ്ങി പല പല വേദനകൾ കാരണം ഉറക്കം കിട്ടാത്തതുകൊണ്ട് തന്നെ വെളുപ്പിന് എപ്പോഴും ഉറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അച്ചാച്ചനോ ജിലുവോ എണ്ണീറ്റ് പോകുമ്പം അവരെന്നെ ഉണർത്താതെയാണ് എണ്ണീറ്റ് പോവുക. ഇച്ചിരി നേരെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ടെ. ഇപ്പം ഞാൻ 38 വീക്സ് പ്രഗ്നൻ്റ് ആണ്. ഇനി നമുക്ക് 2 ആഴ്ച കൂടി പോകാനുണ്ട്. ഈ 2 ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു നീളമുള്ള ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇനി എൻ്റെ ലൈഫിൽ ആകെയുള്ള ഒരു വലിയൊരു ഗോളെന്ന് പറയുന്നത് ലേബറാണ്, പ്രസവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു 2 ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര നീണ്ടു പോകുവാണ്. അപ്പം ഇന്ന് ഏതായാലും നമ്മൾ വലിയ പരിപാടിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് കൂടുന്നത്. അപ്പം സാധാരണ എൻ്റെ ഒരു ദിവസം, വലിയ പ്ലാനൊന്നും ഇല്ലാത്ത ഒരു ദിവസം എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് പറയാം, എനിക്ക് DM ചെയ്യോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ രേഖപ്പെടുത്തുക കേട്ടോ. കാരണം ഞാൻ ഒരുപാട് നാളുകളായി എനിക്കൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ട്. ഷോർട്ട് വീഡിയോ കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിളാണ് ഞാൻ. കാരണം പറയാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, അതെല്ലാം പെട്ടെന്ന് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഫാമിലി റൂമിൻ്റെ സെറ്റപ്പ് ഒക്കെ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. നമ്മൾ ഈ ഡൈപ്പർ സ്റ്റേഷനിൽ ഈ ഡൈപ്പറൊക്കെ വെറുതെ ഞാനിപ്പോൾ വെച്ചിരിക്കുകയാണ്. അവിടത്തേന് ഒരു ബാസ്ക്കറ്റ് ഞാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ സൈസ് അളവൊക്കെ എടുത്ത് 2-3 തവണ കടയിൽ പോയി നോക്കി, ആമസോണിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കറക്റ്റ് സൈസിന് കിട്ടുമ്പം അതിലേക്ക് ആ സാധനങ്ങളെല്ലാം മാറ്റണമെന്നാണ്. ആൻഡ് എൻ്റെ ഷോർട്സിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന് ഡ്രസ്സ്, സോക്സ് ഒക്കെ വെക്കുമ്പോഴത്തേന് പ്രത്യേകം ഒരു സ്റ്റോറേജ് ബോക്സസ് മേടിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഞാൻ ബഡ്ജറ്റിലൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കുകയാണ്. കാരണം പുതിയൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം എക്സ്പെൻസ് ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ആവുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബഡ്ജറ്റ് പിടിച്ചിട്ടാണ് ഇത്തവണ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി റൂം. ഇപ്പോൾ ജിലു നിൽക്കുന്നതാണ് അവളുടെ ക്രിബ്, അതിലാണ് അവൾ കിടക്കുക. ഇപ്പോൾ അമ്മാമ്മയുടെ കൂടെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കിടക്കുന്നത്. ഞാൻ മാറ്റി കിടത്തിയതല്ല, അവളുടെ ഒരു സന്തോഷത്തിന് അവൾ പോയി കിടക്കുന്നതാണ്. അപ്പുറത്ത് ഉള്ളതാണ് ബാസിനെറ്റ്. അതിൻ്റെ അകത്തൊരു ബെഡ് ഉണ്ട്, അതിലാണ് കുഞ്ഞിനെ കിടത്താനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ 4 പേർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് ആണ് നമ്മുടെ മെയിൻ ബെഡ്റൂമാണ്, വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. ഈ വീടിന് താഴെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്, അതും മാസ്റ്റർ ബെഡ്റൂം. സോ നമുക്ക് മുകളിലത്തെ ബെഡ്റൂമിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ജില്ലുവിന് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുകളിലത്തെ ബെഡ്റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബെഡ്റൂം അധികം യൂസ് ചെയ്യാതെ കിടന്നു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ താഴോട്ട് മാറുമായിരുന്നു, കാരണം നമുക്ക് എപ്പോഴും സ്റ്റെപ്പ് കയറി ഇറങ്ങണ്ടല്ലോ. അങ്ങനെ സാധാരണ ഇവിടെ വരുന്ന വീടുകൾക്ക് എല്ലാം മുകളിലാണ് എല്ലാ ബെഡ്റൂംസും വരുന്നത്. താഴെ ലിവിംഗ് ഏരിയ അങ്ങനെയുള്ള സ്പേസുകളെ ഉണ്ടാകത്തുള്ളൂ. മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമും ഒരു വാക്ക് ഇൻ ക്ലോസറ്റും ഉണ്ട്. അതിലാണ് നമ്മൾ 3 പേരുടെയും തുണി ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോഴത്തേന് അച്ചാച്ചൻ അവിടെ ഒരു സ്റ്റോറേജ് ഒക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എല്ലാവരെയും തുണി വെക്കാനുള്ള സ്ഥലം ആ വാക്കിംഗ് ക്ലോസറ്റിലുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഉടുപ്പൊക്കെ മാറുകയാണ്. ഞാൻ ഉടുപ്പ് മാറുന്നതുകൊണ്ട് തന്നെ അവക്കും ഉടുപ്പ് മാറണം. അപ്പോൾ പുതിയ ഉടുപ്പൊക്കെ എടുത്തിട്ട് റെഡിയായി ഞങ്ങൾ കിച്ചണിലേക്ക് പോവുകയാണ്. എനിക്ക് ഒരു 18 വീക്സ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തൊട്ട് പെൽവിക് പെയിൻ ഉണ്ട്. SPD എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. നമ്മുടെ ബോഡിയിൽ ബേബിയുടെ വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ പ്യൂബിക് ബോണിൻ്റെ അടുത്തായിട്ട് നല്ല പെയിൻ ഉണ്ടാവും. SPD കണ്ടീഷൻ ഒരുപാട് നോർമലി കുറേ പേർക്കുള്ള ഒരു അസുഖമാണ്. അപ്പം അതിന് വേണ്ടി ഒരു സപ്പോർട്ട് ബെൽറ്റ് കിട്ടുന്നുണ്ട്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്കുകളൊക്കെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്ക് ട്രീ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഉണ്ട്. അപ്പം ആ ബെൽറ്റാണ് ആക്ച്വലി എന്നെ ഇപ്പം ഒന്ന് നടക്കാനും ഇരിക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഈ SPD കണ്ടീഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 38 വീക്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേന് ഇത് ഭയങ്കര സിവിയർ ആവും. ഇപ്പം എനിക്ക് ആ ഒരു കണ്ടീഷനിലാണ്. നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞിട്ട് എണ്ണിച്ചിട്ട് നടക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ പ്രഗ്നൻറ്റ് വുമന് കാലുകൾ ഇച്ചിരി അകത്ത് വെക്കുന്നതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ SPD ഉള്ളതുകൊണ്ട് നമ്മൾ കാലുകൾ ചേർത്ത് വെക്കണം എപ്പോഴും. അപ്പോൾ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്, നമ്മൾ മറന്നു പോകും. സാധാരണ നമുക്ക് നടക്കുമ്പോഴൊക്കെ നമ്മൾ കാലൊക്കെ അകത്ത് വെച്ച് മറ്റേ താറാവ് നടക്കുന്നതൊക്കെയാണല്ലോ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പം ഈ ബോൺ പെയിൻ ഇച്ചിരി കൂടും. അങ്ങനെ പാടില്ല എന്നാണ്. ഏതായാലും ഞാൻ കിച്ചണിൽ വന്നപ്പോഴത്തേന് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞാനൊരു 12 മണിയായിട്ട് ഓർക്കാനിട്ട് അപ്പം ലഞ്ചിന് അമ്മ പോർക്ക് കറി വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാൻ വന്നിട്ട് കറി വെക്കാൻ കരുതി. വീട്ടിൽ ഞാനാണ് ഈ നോൺ വെജ് കുക്കിംഗ്, എസ്പെഷ്യലി ഈ മീനല്ലാത്തത് എന്തും. മീൻ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. മീനല്ലാത്ത ബീഫ്, പോർക്ക്, ചിക്കൻ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നതാണ്. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടം. സോ ഞാൻ വന്ന ഉടനെ തന്നെ എൻ്റെ ഒരു തട്ടിക്കൂട്ട് പോർക്ക് കറി റെഡിയാക്കുകയാണ്. ഈ പ്രഗ്നൻസിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡാണ് അവസാനം വരുന്ന ഈ 2 വീക്സ് എന്ന് പറയുന്നത്. ഈ സമയത്താണെങ്കിൽ വേറെ പരിപാടി ഒന്നുമില്ല, ഇനി കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ്. എനിക്ക് ഈ SPD എന്നുള്ള കണ്ടീഷൻ അല്ലാതെ ഒരു GBS ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ലാസ്റ്റ് 38 വീക്സിലൊക്കെ ടെസ്റ്റ് ചെയ്യും, അത് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്
ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 1 hour ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കണം. ഇൻ കേസ് വാട്ടർ ബ്രേക്ക് ആകുകയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം വലിയ ട്രാവലിംഗ് ഒന്നുമില്ല, ഇവിടെയൊക്കെ തന്നെയാണുള്ളത്. നിങ്ങൾ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ അറിയായിരിക്കും ജിലുവിൻ്റെ ബർത്ത്ഡേ പോലും നമ്മൾ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകാഞ്ഞത് ഇതിനൊക്കെ ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടും ദൂരം പോകാൻ പറ്റാത്തതുകൊണ്ടുമാണ് ജിലുവിൻ്റെ ഒരു ബീച്ച് പാർട്ടി വെച്ചിരുന്നത്, പിന്നെ അതൊരു ലേക്ക് പാർട്ടിയായി മാറേണ്ടി വന്നത്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ, അതേപോലെ കുക്കിംഗ് അങ്ങനെ വലുതായിട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ള സാധനമല്ല. എനിക്കൊരു മൂഡ് അനുസരിച്ചാണ് ഞാൻ അടുക്കളയിൽ കയറുകയും കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോഴും അല്ലെങ്കിൽ അച്ചാച്ചന് എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോഴുമാണ് ഞാൻ അടുക്കളയിൽ കയറി എന്തെങ്കിലും കുക്ക് ചെയ്യുക. എന്നും പറഞ്ഞ് ഞാൻ അച്ചാച്ചനെയും ജിലുവിനും പട്ടിണിക്കൊന്നും ഇടാറില്ല കേട്ടോ. അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലെ ബേസിക് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ ഡിന്നറായിട്ട് നമ്മൾ ചിക്കൻ എന്തെങ്കിലും ബേക്ക് ചെയ്യുകയോ വെജിറ്റബിൾ ആയിട്ടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. ചോറ് വളരെ റെയർലിയാണ് നമ്മൾ ഉണ്ടാക്കുക കഴിക്കുക. പക്ഷെ ഇപ്പം അമ്മ വന്നതിന് ശേഷം ചോറ് നന്നായി കഴിക്കുന്നുണ്ട്. അത് എൻ്റെ മുഖത്ത് അറിയാനുണ്ട് ഈ ഇടയ്ക്ക്, കാരണം ചോറ് നന്നായിട്ട് കഴിക്കുന്നുണ്ടേ. നമുക്ക് 38 weeks പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ പതുക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ളൊരു സാധനമാണ് ഈ റാസ്ബെറി ലീഫ് ടീ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ മെഡിക്കലി അങ്ങനെ പ്രൂവൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ഫേമസ് ആണ്. ആൾക്കാർ ഇവിടെ കൂടുതലും ഈ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി റാസ്ബെറി ടീ കഴിക്കാറുണ്ട്. അപ്പം ഒരു 3 ആഴ്ചയായിട്ട് ഞാനിപ്പം എല്ലാ ദിവസവും റാസ്ബെറി ടീ കുടിക്കുന്നുണ്ട്. ഈ ടീ കുടിക്കുന്നത് കൂടാതെ ഡേറ്റ്സ് കഴിക്കുന്നുണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് കൂടാതെ 2-3 വേറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതെല്ലാം വർക്കൗട്ട് ആവുമോ എന്നൊന്നും അറിയത്തില്ല. ലാസ്റ്റ് പ്രഗ്നൻസിയിൽ 0 നോളജ് ആയിരുന്നു എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. സോ അതുകൊണ്ട് ഇത്തവണ കുറച്ച് എക്സ്പീരിയൻസ് ആയ കണക്കെയാണ് എല്ലാം കാണിക്കുന്നത്. പക്ഷെ നടക്കുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല ലേബർ ഇൻഡ്യൂസിങ് കാര്യം എന്നുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാനാ, ഈ കണ്ടീഷൻ കാരണം എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ് നടക്കാനൊക്കെ പറ്റത്തില്ല. പക്ഷെ മാക്സിമം ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതുകൂടാതെ ഞാൻ ബ്രസ്റ്റ് പമ്പിങ്ങിൻ്റെ ഒരു സെക്ഷൻ യൂട്യൂബിൽ ചെറിയൊരു ക്ലാസ് പോലെയൊക്കെ നോക്കുന്നുണ്ട്. കാരണം കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കുറച്ചുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഇത്തവണ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു മം കോസിയുടെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബ്രസ്റ്റ് പമ്പ്. ലാസ്റ്റ് ടൈം ഞാൻ ഹാൻഡ് പമ്പാണ് ഉപയോഗിച്ചത്. പക്ഷേ ഹാൻഡ് പമ്പിനേക്കാളും ഇലക്ട്രിക് പമ്പാണ് കുറച്ചുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത്തവണ ഇലക്ട്രിക് പമ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ചാച്ചനാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചത്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അധികമായിട്ട് നോളജ് ഉണ്ടായിരുന്നില്ല ഈ ഫീഡിങ്ങിനെ കുറിച്ചൊക്കെ. പക്ഷേ ഇത്തവണ അത്യാവശ്യം നല്ലപോലെ ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫീഡിങ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ. നമ്മുടെ ഫുഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്നതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പം എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രീസറിൽ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. കാരണം കുഞ്ഞുണ്ടായി ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വീട്ടിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അമ്മയും അച്ചാച്ചനും ജിലു ബേബി വരെ ചിലപ്പം നല്ല തിരക്കായിരിക്കും. അപ്പം നമുക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ അപ്പോഴത്തേന് വേണ്ടി സേവ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഉറക്കം വന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ മുമ്പ് ചോറ് അധികം കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അങ്ങനെ ഉറക്കവും വരാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. അതുകൂടാതെ എനിക്ക് സൈനസിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു പനി വന്നതാണ്. അതിനുശേഷം സൈനസ് ഇഷ്യൂ മാറുന്നില്ല. അപ്പോൾ ആ ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് കിടക്കാൻ നോക്കിയതാണ്. പക്ഷേ ഒരു രീതിയിലും ജിലു എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഈ ടോട്ടലുള്ള അമ്മമാർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കുഞ്ഞിനൊരു 5 വയസ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അവരോട് പറഞ്ഞെങ്കിലും വെക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീടിൻ്റെ ഫ്രണ്ടിൽ, നമ്മുടെ ബസ് സ്റ്റോപ്പാണ് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട്, അവിടെ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി അത് നോക്കിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് അച്ചാച്ചൻ ഞങ്ങളോട് പറഞ്ഞത്, അവൻ്റെ പണി കഴിഞ്ഞു, നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന്. അച്ചാച്ചന് വീട്ടിൽ തന്നെ ഇരുന്നാണ് പണി. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് നടക്കാനായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി. ബേബി മൂവി എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ലപോലെ കാണാം. സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഞാൻ നല്ലപോലെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ, വെളിയിൽ ഇങ്ങനെ ബേബി മൂവ് ചെയ്യുന്ന കാണാനൊക്കെ. പക്ഷെ ഇപ്പം അതിൻ്റെ അസ്വസ്ഥത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബേബി പെട്ടെന്നൊന്നും ഇങ്ങനെ അധികം മൂവ് ചെയ്യേണ്ട, ചെറിയ മൂവ്മെൻ്റ് ഒക്കെ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ജിലു തള്ളിക്കൊണ്ട് നടന്ന് കളിക്കുന്നത്. ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും വാട്ടർ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും ആകുകയാണെങ്കിൽ നമുക്ക് പോകണമല്ലോ. ഈ വയറ്റിനകത്ത് കിടന്ന് ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ബേബീസൊക്കെ വെളിയിൽ വരുമ്പോൾ എങ്ങനെയാ, ജിലു അത്ര ആക്റ്റീവ് അല്ലായിരുന്നു വയറ്റിനകത്ത്. വെളിയിൽ വന്നപ്പം ആള് കുഴപ്പമില്ല. ഒരു 3 വയസ്സ് വരെ ആള് കുറച്ച് കെയർഫുൾ ആയിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. ഏതായാലും ജിലു വേഗം പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. വെളിയിൽ പോകാമെന്ന് പപ്പ പറഞ്ഞുകൊണ്ട് വേഗം ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരു കറക്കുടുപ്പൊക്കെ ഇട്ടു. കാരണം അവൾക്ക് എപ്പോഴൊക്കെ ഞാൻ ഡ്രസ്സ് ഇടുന്നോ അപ്പോൾ എല്ലാം അവൾക്ക് ഡ്രസ്സ് ഇടണം. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റിയതുകൊണ്ട് ഡ്രസ്സ് മാറ്റി നിൽക്കുകയാണ്. ഞങ്ങൾ നടക്കാൻ പോവുകയാണ്. വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, അങ്ങോട്ടാണ് ഞങ്ങൾ വെച്ച് നടക്കുന്നത്. ഒരു 5 minutes താഴെയുള്ള നടത്തേ ഉള്ളൂ കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ പോകുന്നുണ്ടായിരുന്നു, നിറയെ കാറ് ഉണ്ടായിരുന്നു. അത് വാട്ടർ ടാങ്ക്. എവിടെ? വാട്ടർ ടാങ്ക്. നമ്മൾ കുടിക്കുന്ന വെള്ളം ഇവിടുന്ന. നമ്മുടെ വീട് എവിടെയാ? അവിടെ.
ഇവിടെ ഒരു ഗ്രൗണ്ടാണ് പിള്ളേരൊക്കെ കളിക്കുന്നത്. അവിടെയാണ് നമ്മുടെ വീട്. ഈ വീടുകൾ നിൽക്കുന്നതിൽ ആദ്യത്തെ വീടാണ് നമ്മുടേത്. അപ്പം അച്ചാച്ചൻ അവിടെ പോയി ബോൾ എടുക്കാനായിട്ട്, ഞങ്ങൾ ബോൾ എടുക്കാൻ മറന്നു. സോ ബോളും ഒരു ഉടുപ്പും ഒക്കെ എടുക്കാനായിട്ട് പോയി. ആ പിള്ളേരുടെ ബോൾ എടുക്കാൻ പറ്റത്തില്ല. പപ്പ ബോൾ എടുത്തിട്ട് വരും കേട്ടോ. അച്ചാച്ചൻ വേഗം പോയി ഒരു ബോളും ഒക്കെ എടുത്തിട്ട് വന്നു. അത് വീട് തൊട്ടടുത്തായിട്ടും അച്ചാച്ചൻ കാർ എടുത്തിട്ടാണ് തിരിച്ചു വന്നത്. കാരണം എനിക്ക് തിരിച്ച് നടക്കാൻ പറ്റത്തില്ല എന്ന് ആക്കൊരു തോന്നൽ വന്നു. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഫുള്ള് വോയിസ് ഓവർ ചെയ്യൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ കുറേ നാളിന് ശേഷം ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇതൊരു ട്രയലായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ DM ആയിട്ട് മെസ്സേജ് അയച്ചോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഏതായാലും ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ ഒരു വാട്ടർ പാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. പുതിയൊരു മെത്തേഡുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ ഫോർ നൗ.